പോലീസിന്റെ ലാത്തിയടിയിൽ മൂക്കിന് പരിക്കേറ്റ വടകര MP ഷാഫി പറമ്പിൽ പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ കോഴിക്കോട് റൂറൽ SP-ക്കെതിരെ കൂടി പരാമർശമുണ്ട്. പേരാമ്പ്രയിലെ സംഭവത്തിന് ശേഷം തന്നെ ഫോണിൽ വിളിച്ച ദൗർഭാഗ്യകരമായ സംഭവമുണ്ടായെന്ന് SP പറഞ്ഞിരുന്നു. പിന്നീട് അത് പരസ്യമായി നിഷേധിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വളച്ചൊടിച്ച് പ്രസ്താവന നൽകിയെന്നും പരാതിയിൽ പരാമർശമുണ്ട്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഈ SP ആദ്യം പറഞ്ഞതും പിന്നീട് തിരുത്തി പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. മാതൃഭൂമി ന്യൂസ് വാർത്ത കൊടുത്തതാണ്. ഇപ്പോൾ പാർലമെന്റിന് നൽകിയ പരാതിയിൽ എന്താണ് ഷാഫി പറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നത്? ആര്യ, പോലീസ് ഈ ഷാഫി പറമ്പലിന് അടിയേറ്റ സംഭവത്തിൽ, പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് ആദ്യം മുതൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും പൊളിയുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ലോക്സഭാ സ്പീക്കർക്ക് ഇപ്പോൾ ഷാഫി പറമ്പിൽ വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതിയിലാണ് ഷാഫി ഇങ്ങനെ പറയുന്നത്. ഈ പേരാമ്പ്രയിൽ ഈ സംഘർഷം ഉണ്ടായതിനു ശേഷം, പോലീസും പ്രവർത്തകരും സംഘർഷം ഉണ്ടായതിനു ശേഷം ഷാഫിയെ റൂറൽ SP ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായതൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ് എന്ന് ഷാഫിയോട് പറഞ്ഞു എന്നാണ് ആ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പരസ്യമായിട്ട് ഇതെല്ലാം നിഷേധിക്കുകയും അവിടെ ലാത്തിചാർജ് ഉണ്ടായിട്ടില്ല എന്ന് പറയുകയുമാണ് ചെയ്തത് എന്നാണ് ആ പരാതിയിൽ കൃത്യമായി പറയുന്നത്. അതോടൊപ്പം തന്നെ ഷാഫി അതിൽ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിലേക്കാണ് താൻ പോയത്. അവിടെ ക്രമസമാധാനപരമായ ഒരു പ്രശ്നങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ സമാധാനപരമായിട്ടായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. എന്നാൽ പോലീസ് ഇടപെട്ട് അത് വഷളാക്കി അവിടെ സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം കൂടെ ഷാഫി അതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേരാമ്പ്ര DYSP ആയിട്ടുള്ള N സുനിൽകുമാർ, വടകര DYSP ആയിട്ടുള്ള ഹരിപ്രസാദ് എന്നീ രണ്ടുപേർ അവിടെ ഈ കൃത്യം നടക്കുന്ന സമയത്ത്, സംഘർഷം ഉണ്ടാകുന്ന സമയത്ത്, ഷാഫിക്ക് അടിയേൽക്കുന്ന സമയത്ത് ഈ രണ്ടുപേർ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടെ ഈ പരാതിയിൽ എൻക്ലോസർ ആയിട്ട് കൊടുത്തിരിക്കുന്ന പരാതി. വടകരയിലെ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ ഇതുവരെ അതേക്കുറിച്ച് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചോ എന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ ആശുപത്രിയിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതേ ചുറ്റിപ്പറ്റി സഖാക്കളൊക്കെ ഇത് മഷിയാണെന്നും അതുപോലെ റൂറൽ SP പറയുന്നു ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന് ആദ്യം പറയുന്നു, പിന്നീട് പറയുന്നു പോലീസുകാർ തന്നെയാണ് അവിടെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചത്, പോലീസുകാർ തന്നെയാണ് എന്നുള്ള കുറ്റസമ്മതവും റൂറൽ SP നടത്തുന്നത് കണ്ടു. ഇപ്പോഴിതാ ഷാഫി പറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പാർലമെന്റ് സ്പീക്കർക്ക്, അതായത് ലോക്സഭാ സ്പീക്കർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഷാഫി പറമ്പിൽ കൊടുത്തിരിക്കുകയാണ്. ആ പരാതി പാർലമെന്റ് പ്രിവിലേജസ് കമ്മിറ്റിക്കാണ് നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ UDF-ന്റെ ഒരു പ്രതിഷേധ മാർച്ച് അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടക്കുകയായിരുന്നു. അവിടേക്കാണ് താൻ പോയത്. അവിടെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പോലീസ് ഇടപെട്ട് പോലീസ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് ഷാഫി പറയുന്നത്. ഈ പരാതിയിൽ പറയുന്നത് വളരെ കൃത്യമാണ്. പോലീസ് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് റൂറൽ SP VK ബൈജു തുറന്ന് സമ്മതിക്കുകയും ചെയ്തത്. പോലീസുകാരിൽപ്പെട്ട ചില ആളുകൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി എന്ന് തന്നെയാണ് ഈ പറയുന്ന റൂറൽ SP ആയിട്ടുള്ള VK ബൈജുവിന്റെ കുറ്റസമ്മതം നടത്തിയത്. പക്ഷേ ഈ റൂറൽ SP ഈ ബൈജു ഒരു തരികിട കളി അതിനിടയിൽ വെച്ച് കളിച്ചിട്ടുണ്ട്, ഒരു തരികിട പരിപാടി. ആ തരികിട പരിപാടി എന്ന് പറയുന്നത് ഈ ഷാഫിയെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ ഷാഫിയെ ലാത്തി കൊണ്ട് മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വരുന്നതിന് മുമ്പ് ഈ റൂറൽ SP മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്ത് വന്നതിന് ശേഷം SP തന്നെ അത് മാറ്റി പറയുന്ന ഒരു ഘട്ടമുണ്ടായി. അതിന് മുൻപ് നടന്ന ഒരു സംഭവമുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് തൊട്ടു പിറകെ ഷാഫി പറമ്പിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് തൊട്ടു മുന്നോയായിട്ട് ഈ പറയുന്ന റൂറൽ SP ഷാഫി പറമ്പിലിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഫോണിൽ വിളിച്ച് സംസാരിക്കുക മാത്രമല്ല, ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി, ഒരു ദൗർഭാഗ്യകരമായ കാര്യമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ഷാഫി പറമ്പിലിനോട് സംസാരിച്ച റൂറൽ SP അന്ന് കഴിഞ്ഞ് പിറ്റേന്ന് മാധ്യമങ്ങളെ കണ്ടിട്ട് ഇത്തരത്തിൽ ഞങ്ങൾ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ള ന്യായീകരണമാണ് നടത്തിയത്. അതിന് പുറമെ പേരാമ്പ്ര DYSP ആയിട്ടുള്ള സുനിൽകുമാറും അതുപോലെ വടകര DYSP ആയിട്ടുള്ള ഹരിപ്രസാദും അവിടെ സ്ഥലത്തുണ്ട്. അവരാണ് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. ആര്? ഈ പേരാമ്പ്രയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവരാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. അങ്ങനെ പോലീസ് ഇതുവരെ മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളെയും പൊളിക്കുക. പോലീസിന്റെ വാദം ഓൾറെഡി ഇന്നലെ പൊളിഞ്ഞിരുന്നതാണ്. അതിനിടയിൽ ഷാഫിയെ വിളിച്ച് ഇത്തരത്തിലൊരു കോംപ്രമൈസ് വാഗ്ദാനം പറഞ്ഞ് ഷാഫിയെ സമാധാനിപ്പിച്ച ഈ പറയുന്ന VK ബൈജു
അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ മാധ്യമങ്ങളെ കണ്ടപ്പോ കാര്യങ്ങൾ വീണ്ടും അട്ടിമറിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ന്യായീകരണം തുടങ്ങി. ഞങ്ങൾ ഷാഫിയെ അടിച്ചിട്ടില്ല എന്നുള്ളതാക്കി. ആദ്യം ഷാഫിയെ വിളിച്ച്, ഷാഫി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ഷാഫിയെ വിളിച്ച് ക്ഷമിക്കണം, ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടന്നു, നടക്കാൻ പാടില്ലാത്തത് നടന്നു, ക്ഷമിക്കണം എന്ന് പറഞ്ഞ SP പിറ്റേന്ന് രാവിലെ എന്തിനു വേണ്ടിയിട്ടാണ് പ്ലേറ്റ് മാറ്റിയത് എന്ന് പറഞ്ഞാൽ SP മുകളിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ വ്യക്തം. SP മുകളിൽ എന്തായിരുന്നു സമ്മർദ്ദം? ഷാഫിയെ അടിച്ചൊതുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. SP കിട്ടിയ നിർദ്ദേശമല്ല, SP സബോർഡിനേറ്റ് ആയിട്ടുള്ള പല പോലീസുകാർക്കും, SP കീഴിലുള്ള പല പോലീസുകാർക്കും കിട്ടിയ നിർദ്ദേശം അങ്ങനെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ VK ബൈജു പറഞ്ഞ പോലീസുകാരിൽ പലരും മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കാര്യം നടന്നിരിക്കുന്നത്. അവർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, അവർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുക തന്നെയായിരുന്നു അവിടെ നടത്തിയത്. പക്ഷേ ആ നിർദ്ദേശം കൊടുത്തത് VK ബൈജു അല്ല എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് മാത്രവുമല്ല, VK ബൈജു അല്ലെങ്കിൽ പിന്നെ ആര് ഈ പോലീസുകാരെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന ഷാഫിയെ ഈ പറയുന്ന ലാത്തി കൊണ്ട് അടിച്ച ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ, അവന് അതിനിടയിൽ ഫോണിൽ വളരെ തത്രപ്പെട്ട്, വളരെ ധൃതിപ്പെട്ട് ആരെയോ കോണ്ടാക്ട് ചെയ്യുവാനും ആരോടോ ആശയവിനിമയം നടത്തുവാനുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോ ആ ഒരു പ്രശ്നങ്ങൾക്കിടയിലും ഇവൻ ആരെയാണ് ഫോണിൽ വിളിച്ചത്, ആരോടാണ് സംസാരിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്, ആരുടെ നിർദ്ദേശം ലഭിക്കുവാനാണ് ഇവരിതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥലം MLA, അതായത് പേരാമ്പ്രയിലെ MLA ആയിട്ടുള്ള TP രാമകൃഷ്ണനുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അപ്പോ ഈ പറയുന്ന TP രാമകൃഷ്ണന്റെ ചില നിർദ്ദേശങ്ങളോട് കൂടി തന്നെയാണ് ഈ VK ബൈജു പറഞ്ഞ പോലീസിൽ പെടുന്ന ചില ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിന് ഈ പേരാമ്പ്ര DYSPയും അതുപോലെ വടകര DYSPയും അവിടെ സ്ഥലത്തുണ്ടായിട്ട് പോലും അവർ കാര്യങ്ങൾ നിയന്ത്രിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയില്ല എന്ന് മാത്രമല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പോലീസുകാരാണ് അതിനെ തടയുവാനും ഈ പറയുന്ന പേരാമ്പ്ര DYSPയും അതുപോലെ വടകര DYSPയും തയ്യാറായില്ല എന്നുള്ളതാണ്. അതാണ് ഈ പറയുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ താഴെത്തട്ടിലിരിക്കുന്ന, അതായത് പേരാമ്പ്രയിൽ സ്ഥലത്തുണ്ടായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഈ പറയുന്ന VK ബൈജുവിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. VK ബൈജു അറിയാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം VK ബൈജു പറയാത്ത, അല്ലെങ്കിൽ VK ബൈജുവിന്റെ കൺട്രോളിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. VK ബൈജുവിന്റെ കൺട്രോളിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ VK ബൈജു കൺട്രോൾ ചെയ്യേണ്ട തന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരെ കൺട്രോൾ ചെയ്തത് മറ്റാരോ ആണ്. അത് ഈ പേരാമ്പ്രയിലെ MLA ആണ്, അത് ഈ TP രാമകൃഷ്ണനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. എന്താണെങ്കിലും ഷാഫി പറമ്പിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുമ്പാകെ തന്റെ പരാതി ഉന്നയിച്ചിരിക്കുകയാണ്. അത് ഒഫീഷ്യലായിട്ട് തന്നെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു. അതിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന VK ബൈജുവിന്റെ പേര് പറയുന്നുണ്ട്, പേരാമ്പ്ര DYSPയുടെ പേര് പറയുന്നുണ്ട്, വടകര DYSPയുടെ പേര് പറയുന്നുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ, മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിലൊരു പരാതി പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുമ്പിൽ സ്പീക്കർക്ക് മുന്നാകെ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഷാഫിയെ കേസെടുത്തുകൊണ്ട് ഇത്തരത്തിൽ, ഷാഫിക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ടല്ലോ പോലീസ്, ഷാഫിയെ ആക്രമിച്ചിട്ട് ഷാഫിക്കെതിരെ കേസ്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഷാഫിയെ കേസെടുത്തുകൊണ്ട് അങ്ങ് വായ മൂടിക്കെട്ടാമെന്ന് പോലീസുകാര് കരുതിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അവരുടെ ഉദ്ദേശം അതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുത്തോ, ഇവിടെ കേസെടുത്തോ. പക്ഷെ ഷാഫി എന്താക്കിയിട്ടുണ്ട്, തൻ്റെ പാർലമെന്റ് ഹൗസിൽ താൻ എവിടെയാണ് മെമ്പർ അവിടെ പോയിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങൾ, നിങ്ങളുടെ എല്ലാ വാദങ്ങളെയും, പോലീസിന്റെ എല്ലാ വാദങ്ങളെയും, പോലീസിന്റെ ന്യായീകരണങ്ങളെയും, പോലീസിന്റെ പച്ചനുണകളെയും പൊളിച്ചെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ ഇപ്പോ ഈ ഒരു വാദഗതികൾ തുറന്നിട്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോ നമ്മൾ കണ്ടറിയേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VK ബൈജുവിന്റെ ഇടപെടലുകൾ, അതുപോലെ ഈ പറയുന്ന പിന്നിൽ നിന്ന് ലാത്തി കൊണ്ട് ഇങ്ങനെ ഓങ്ങിയടിച്ച VK ബൈജു ആ ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ ഓങ്ങിയടിച്ച ആ പോലീസുകാരന്റെ കാര്യം, അയാൾ ഈ പറയുന്ന MLAയുമായിട്ടുള്ള അടുത്ത ബന്ധങ്ങൾ, ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഷാഫിയെ വധിക്കാൻ തന്നെയായിരുന്നോ തീരുമാനം എന്നുള്ള കാര്യവും ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്.